ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് വലിയ പണ്ഡിതനല്ലേ, വലിയ സ്വഹാബിയല്ലേ, അതാ മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി പാടുന്നു. സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയത് എവിടെങ്കിലും ഒറ്റക്കിരുന്നല്ല, മിമ്പർ കെട്ടിയിട്ട്. സഹീഹുൽ ബുഖാരിയിൽ അത് ഹദീസ് ഉണ്ടെന്ന് മിഷ്കാത്തിൽ കാണാം. റവാഹുൽ ബുഖാരി. ഹസ്സാൻ തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മിമ്പർ വെച്ച് കൊടുത്തു. ആ മിമ്പറിൽ അങ്ങ് കയറി നിന്നിട്ട് ശബീഹുക ബദ്റുൽ ലൈലി ബല്ലന്ത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഹതി അസ്ഹറു. കവിതകൾ ചൊല്ലുന്നു. സ്വഹാബത്ത് അത് കേട്ടിരിക്കുന്നു. ബാനത്ത് സുആദ എന്ന കവിത മഹാനായ കഅബ് തങ്ങൾ ചൊല്ലിയപ്പോൾ ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബറയുടെ 10-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. സ്വഹാബത്തെ കിറാം ഇരിക്കുന്നു, നബി തങ്ങളും ഇരിക്കുന്നു. ചില സ്വഹാബിമാർ ആ സദസ്സിന്റെ അപ്പുറത്തിലൂടെ നടന്നു പോയപ്പോൾ നബി തങ്ങൾ പറയുന്നു, സ്വഹാബത്തെ, അതിലൂടെ നടക്കുന്ന സ്വഹാബത്തെ, ഈ മദ്ഹിന്റെ സദസ്സിലേക്ക് വന്നിരിക്കൂ. ഇമാം ബൈഹഖി ഇങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ മനസ്സ് റസൂലുള്ളാഹിന്റെ ഇഷ്കുള്ളതാവണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലാൻ നമ്മുടെ സ്ഥാനം നമ്മൾ അതിന് തടസ്സമാകരുതേ. ബുറുദ ചൊല്ലാൻ, ബൈത്ത് ചൊല്ലാൻ, റസൂലുള്ളാഹിന്റെ പേരിൽ തക്ബീർ മുഴക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുതേ. അള്ളാഹിന്റെ റസൂലിന്റെ നബിദിന ജാഥയിൽ അതിന് മുമ്പിൽ ആരോഗ്യമുണ്ടെങ്കിൽ നിൽക്കാൻ അറിവ് തടസ്സമാകരുതേ. സ്വാലിഹീങ്ങൾ മുഴുവനും അങ്ങനെയായിരുന്നു.